ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മീഷോ ഹോളായിട്ടാണ് കേട്ടോ. മീഷോന്നുണ്ട്, ഷോപ്സിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സും പിന്നെ നമ്മുടെ ദീപാവലി സെയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ പോയിട്ട് വാങ്ങിക്കോളൂ കേട്ടോ. കാർട്ടിൽ ഇട്ട് വെച്ചിട്ടുള്ള ഓരോ സാധനങ്ങൾ റേറ്റ് നിങ്ങൾ നോക്കിക്കോളൂ. നല്ല റേറ്റ് കുറവുണ്ട് ഇപ്പോൾ. അങ്ങനെ ഒരുപാട് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ, നല്ല റേറ്റ് കുറവാണ്. അപ്പോൾ നിങ്ങളുടെ ഇതിൽ എത്ര റേറ്റ് എന്നുള്ളതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്ത് കാണിക്കുന്നത് ഒരു ബ്രഷ് ഹോൾഡറാണ്. നമുക്കിത് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ബ്രഷ് ഹോൾഡറായിട്ട് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളുടെ എന്തെങ്കിലും പെന്നോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അങ്ങനെ ആക്കിയിട്ട് യൂസ് ആക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഫോണ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ മൾട്ടിപർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോൾഡറാണ് കേട്ടോ ഇത്. നല്ലൊരു പെൻഗിൻ്റെ ഒരു മോഡലിൽ വന്നിട്ടുള്ള ഒരു ടൈപ്പാണ് കേട്ടോ ഇത്. നമുക്കിങ്ങനെ ചാരി വെക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല കേട്ടോ. ചുമരിൻ്റെ അടുത്തൊന്നും ഇങ്ങനെ ചാരി വയ്ക്കില്ല. അതിങ്ങനെ ബാക്കിൽ നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ബാക്കിൽ നമുക്ക് ഹുക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ഹുക്കും കൂടെ അവർ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നേരെ വാളിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിലേക്കിത് കൊളുത്തി വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു മസ്റ്റ് ബൈ പ്രോഡക്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഐറ്റം കണ്ടാലോ. ഈ ഒരു ഓഫർ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രൈസ് റേഞ്ച് കുറവിലാണ് കേട്ടോ നമുക്ക് പ്രൊഡക്റ്റൊക്കെ ഉള്ളത്. അപ്പോൾ ആ സമയത്ത് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ ജി പേ വഴി നമ്മൾ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും റേറ്റ് ഒരു 40, 30, ചിലപ്പോൾ ഒരു 50 ഒക്കെ റേറ്റ് ഓരോ പ്രൊഡക്റ്റിന്മേലും കുറഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. ഇത് ഒരു നല്ലൊരു മസാല സ്പൈസ് ബോക്സസ് ആണ്. അടിപൊളി ഭയങ്കര ക്വാളിറ്റി ആട്ടോ. നമുക്കിത് കയ്യിൽ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ക്ലിയർ നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല നല്ല മസ്റ്റ് ബൈ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത്. കാരണം അത്രയും ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ആ ഒരു താഴെ ഉള്ള ഒരു ഭാഗമാണെങ്കിലും അതിൻ്റെ ലിഡാണെങ്കിലും ഒക്കെ നല്ല എയർ ടൈറ്റാണ്. നല്ല എയർ ടൈറ്റാട്ടോ. നമ്മൾ ചുമ്മാ ഒരു ആവറേജ് ഒന്നുമല്ല, ഫുള്ള് 100ൽ 100 നമുക്ക് കൊടുക്കാം കേട്ടോ. ഇതിന് ചെറിയൊരു സ്പൂണ് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഇത്രയും ബോക്സാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. നമുക്കിത് എല്ലാം എടുത്തിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. വാഷിങ്ങിനും പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് മസാലകളും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമുക്ക് പെട്ടെന്ന് ആവശ്യമായിട്ടുള്ള ഈ മസാല ചിക്കനിലും മീനിലൊക്കെ നമുക്ക് പെട്ടെന്ന് മസാലയൊക്കെ തേക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരൊറ്റ പാത്രം മാത്രം മെനക്കെടുത്താൽ മതി, ഒറ്റ പാത്രം എടുത്താൽ മതി. അപ്പോൾ നമാസ് ബൈ പ്രോഡക്റ്റാണ്. പിന്നെ നമുക്കിതിങ്ങനെ ഒരു റൊട്ടേറ്റിങ്ങിൻ്റെ ഒരു ഏരിയ വരുന്നുണ്ട്. 4 കാല് പോലെ അങ്ങനെ വന്നിട്ട് നമുക്ക് താഴെ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല മസ്റ്റ് പ്രോഡക്റ്റാണ്. നല്ലൊരു പ്യുവർ പ്ലാസ്റ്റിക് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് കണ്ടാലോ. അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്നത് വളരെ നമുക്ക് 500ൽ താഴെ കുറവ് റേറ്റ് വരുന്ന അടിപൊളി പ്രോഡക്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് റേറ്റ് കാര്യങ്ങൾ നോക്കുക. മീഷോയിലാണോ ഷോപ്സിയിലാണോ റേറ്റ് കുറവ് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ ഒരു അടിപൊളി അടുത്തത് ഒരു മസാല ബോക്സ് തന്നെയാണ് കേട്ടോ. പക്ഷേ എനിക്കിതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം നല്ലതെന്ന് പറയാവുന്നതിനേക്കാളും നല്ലത് നമുക്ക് പേഴ്സണലായിട്ട് തോന്നിയ കാര്യമാട്ടോ ഞാൻ പറയുന്നത്. അതായത് മറ്റേ മസാല ബോക്സ് കുഴപ്പമില്ല, പക്ഷേ ഇത് എനിക്ക് അത്ര ഒരു ഇതായി തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാനും നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെക്കാനും അല്ലെങ്കിൽ നമുക്കൊരു ഭംഗിക്കൊക്കെ നമുക്ക് അടുക്കളയിൽ വെക്കാനും പറ്റുന്ന ഒരു ക്യൂട്ട് പ്രോഡക്റ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ക്വാളിറ്റി വൈസ് നല്ലതാണ്. ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പൂണ് വെക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് ചെറിയൊരു ഹോളിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് ഈ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കാറ്റെടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഉറുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അരിച്ച് കയറാനുള്ള ഒരു സ്പേസ് അതിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്പൂണിൻ്റെ വലിപ്പമൊക്കെ ഇത്രയുണ്ട്. ഞാൻ അതിൽ വെച്ചിട്ടുള്ളൊരു ഇതാണ് കാണിക്കുന്നത്. ആ സ്പൂണിൻ്റെ ഭാഗം വെക്കാനുള്ളൊരു സ്പേസ് അതിൽ കാണിക്കുന്നുണ്ട്, ഒരു ഹോള് കാണിക്കുന്നില്ലേ. പിന്നെ അതിൻ്റെ ലിഡ് തീരെ പോരാട്ടോ. ആ ലിഡ് നമുക്ക് തീരെ വെച്ചാൽ നമുക്കത് കൈ കൊണ്ട് എടുത്താൽ തന്നെ ജസ്റ്റ് ഒന്ന് മറിച്ചാൽ തന്നെ അത് കയ്യിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരും. ആ ഹോൾ നിങ്ങൾ കാണുന്നില്ലേ, ഇത്രയും ഹോൾ അതിൽ വരുന്നുണ്ട് കേട്ടോ. ആ സ്പൂണിൻ്റെ ഒരു ഹോളാണത്. അപ്പോൾ അതവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. ആ സ്പൂൺ അവിടെ ഇരിക്കുകയില്ല, എന്നാൽ അതിൻ്റെ ഉള്ളിലൂടെ എന്തെങ്കിലും കയറി അകത്തേക്ക് കടക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ നമുക്ക് പ്ലാസ്റ്റിക്കും അതിൻ്റെ ആ ഒരു കണ്ടൻറ്റ് അത്രയും ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ കയ്യിൽ നിന്ന് വീണാൽ പെട്ടെന്ന് പൊട്ടേ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ എന്താ പറയുക, ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ ഒരു ഹോളിൻ്റെ ഒരു വിഷയം മാത്രമേ വരുന്നുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ തന്നെ അതിൻ്റെ ആ ഒരു ലിഡ് തുറന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൈ അങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ മുഴുവൻ സാധനം താഴത്ത് പോവും. അപ്പോൾ ഞാനിത് റിട്ടേൺ കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ താഴെയുള്ള ട്രേ ഒക്കെ നല്ല ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റിയാണ്, അടിപൊളി, നല്ലൊരു കട്ടിയിലുണ്ട്. നമുക്കിത് മറ്റെന്തെങ്കിലും സാധനം, അതായത് ഉറുമ്പോ
ആകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കയറാത്ത എന്തെങ്കിലും മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഐറ്റംസ് വേറെ എന്തെങ്കിലും ഇട്ട് വെക്കാവുന്നതാണ്. അല്ലാതെ സ്പൈസസ് ആയിട്ട് ഇട്ട് വെക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പേഴ്സണലായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. കാരണം ഇതിൻ്റെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ ഒരു ഹോളിൻ്റെ പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അടിപൊളി പ്രോഡക്റ്റാണ് ഇത്. നമുക്ക് റേറ്റും വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് മസാല ബോക്സ് ആയിട്ടൊക്കെ യൂസ് ആക്കാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കാം. ഇനിയും ഒരു 3-4 ഐറ്റം കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചണിലൊക്കെ വളരെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയാണ്. അതായത് ഹൗസ് വാമിങ് ഒക്കെ അടുത്ത് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ബൈ പ്രോഡക്റ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതേപോലെ നമ്മുടെ കയ്യിലുണ്ടാകുന്ന കുറച്ച് ക്യാഷ് വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതേപോലത്തെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ചിലവ് കുറവാണ്. അപ്പോൾ നമുക്ക് ഈ സ്പൈസസ് ആയിട്ട് ബോക്സസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടെയ്നേഴ്സിൽ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വുഡൻ്റെ സ്പൂൺസാണ് കേട്ടോ വന്നിട്ടുള്ളത്. വുഡൻ സ്പൂണാണെന്ന് കരുതിയിട്ട് അതിൽ ക്വാളിറ്റി വൈസിലൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. നല്ല ക്വാളിറ്റിയാണ് വന്നിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യത്തിനുള്ള ആ ഒരു കുണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ നമുക്ക് കോരിയെടുക്കാൻ പറ്റുന്ന ആ ഒരു സൈസിനുള്ളതുണ്ട് കേട്ടോ. ഇത് 12 പീസാട്ടോ വന്നിട്ടുള്ളത്. റേറ്റും വളരെ കുറവാണ് കേട്ടോ. നമ്മൾ 100 സംതിങ്ങിൻ്റെ ആ ഒരു റേറ്റിനാണ് വാങ്ങിച്ചിട്ടുള്ളത്. 12 ബോക്സിലേക്കുള്ള 12 ഐറ്റമാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. മസാല ബോക്സ് കണ്ടെയ്നേഴ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അതും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല മസ്റ്റ് ബൈ പ്രോഡക്റ്റാണിത്. കാരണം അത്രത്തോളം ഭംഗിയിലും ഓരോന്നും അതിൻ്റേതായിട്ടുള്ള ആ ഒരു വുഡിൻ്റേത് തന്നെ ആയതുകൊണ്ട് തന്നെ അത്രയും ഭംഗിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ഓയിൽ ഡിസ്പെൻസറാണ്. അപ്പോൾ നമുക്കിത് ഞാൻ പ്ലാസ്റ്റിക് ആണെന്ന് കരുതിയിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ ഗ്ലാസ് ബോട്ടിലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ലതാണ്. നല്ല തിക്നെസ്സും നല്ലൊരു മസ്റ്റ് ബൈ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. കാരണം ഗ്ലാസ് ആണെന്ന് കരുതിയിട്ട് പെട്ടെന്ന് കയ്യിൽ നിന്ന് വീണ് പൊട്ടുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല കട്ടിയും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് നല്ലൊരു കട്ടിയും നല്ല തിക്നെസ്സായിട്ട് വന്നിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. പിന്നെ ലിഡും നല്ല സ്ട്രോങ് ആണ്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ബ്രഷും സിലിക്കോണിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ബ്രഷാണ്. നമുക്കിത് സാധാ ഇതിന് മുമ്പ് ഞാനൊന്ന് വാങ്ങിച്ചിട്ട് റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതൊരു പെട്ടെന്ന് ആ ഒരു മഞ്ഞ കളറിലുള്ള ആ ഒരു ഇതായിരുന്നു കേട്ടോ, ഓയിലിൻ്റെ ഡിസ്പെൻസറായിരുന്നു. അപ്പം അതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൈയൊക്കെ തട്ടി കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ ഒഴിച്ച് കാണാൻ ക്യൂട്ടാണ്. പക്ഷേ അതിലുപരി നമുക്കത് ഉപയോഗിക്കാനും കൂടെ ഒരു ഇത് വേണ്ടേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കാണാൻ ക്യൂട്ടായ ഒരു സാധനം ചിലപ്പോൾ നമുക്ക് കൈ തട്ടി കഴിഞ്ഞാൽ അതിലുള്ള ഓയിലോ കാര്യങ്ങളോ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എന്തിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് ഇതാട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്കിത് നല്ല ഇഷ്ടമായി. അത് നമുക്ക് യൂസ് ആക്കാവുന്നതാണ്. ഇതിൽ തന്നെ പ്ലാസ്റ്റിക്കിലും വരുന്നുണ്ട് കേട്ടോ. റേറ്റും വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ റേറ്റൊക്കെ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കണ്ടോളൂ. പിന്നെ ഇപ്പോഴത്തെ റേറ്റിൽ മാറ്റം വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നീട് ഒന്നും കൂടെ വേറെ വാങ്ങിച്ചിട്ടുള്ളത് ഇതേപോലെ മസാല ബോക്സസ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഏത് മസാല ബോക്സ് ആണോ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ബെറ്ററായി തോന്നിയിട്ടുള്ളത്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നോക്കി വാങ്ങിക്കാം കേട്ടോ. ഇത് അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി നല്ല പാക്കിങ്ങും കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു പൊട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമൊന്നും നമുക്ക് ഇതിലുണ്ടായിട്ടില്ല. അടിപൊളിയാണ്. ഒരു പ്രശ്നം ഒന്നുമില്ലാതെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ല കട്ടിയുണ്ട് കേട്ടോ. ഈ ഒരു ഇത് വന്നിട്ട് ലിഡാണെന്നുണ്ടെങ്കിൽ വാസറോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല എയർ ടൈറ്റാണ് കേട്ടോ. ഒരു പേടിയും പേടിക്കാനില്ല. പിന്നെ ഇതിൻ്റെ ആ ഒരു പിടിക്കുന്ന ഭാഗത്തിന് നമുക്കിത് തുറക്കാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു പെട്ടെന്ന് നമുക്ക് മസാലകളും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് ഇട്ടേക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. ഒരു 500 ml എന്തായാലും ഇതിലുണ്ടായിരിക്കും. 500 മുകളിലാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മാറ്റേണ്ട അവസ്ഥ വരുന്നില്ല. നമുക്കൊരു മീനോ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ പെട്ടെന്ന് കായം തേക്കണം, മസാല തേക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രം അടിപൊളിയാണ്. അടിയിലായിട്ട് ചെറുതായിട്ടൊരു വർക്കും കാര്യങ്ങളൊക്കെ അതും വരുന്നുണ്ട് കേട്ടോ. പിന്നെ 4 സ്പൂണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു മസാല ബോക്സാണ് ഇത് വന്നിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി വാങ്ങിച്ചോളൂ കേട്ടോ. മുകളിൽ ഞാൻ പ്രൈസ് ടാഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് അടിപൊളി മസാല കണ്ടെയ്നേഴ്സിൻ്റെ ബോക്സസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് അടുക്കളയിലൊക്കെ ഒരുപോലത്തെ പാത്രങ്ങളൊക്കെ ആകുമ്പോൾ അടിപൊളിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 500 ml ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 500 ml നമുക്ക് നല്ല ക്വാളിറ്റി വൈസ് ആയിട്ട് നല്ല പാത്രങ്ങളാണ്. നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ് ഇതിൽ വരുന്നത് കേട്ടോ. എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി കണ്ടെയ്നേഴ്സാണ്. 12 സെറ്റാണ് ഈ ഒരൊറ്റ പീസിൽ. വെറും 250 രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. 250 രൂപയ്ക്ക് മസ്റ്റ് ട്രൈ ചെയ്യേണ്ടത്. കാരണം
അത്രയ്ക്കും അടിപൊളിയാണ്. നമ്മുടെ ഷെൽഫിലൊക്കെ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് നല്ലതാണ്. അതായത് ഒരുപാട് 500 ml ബോക്സസ് നിങ്ങൾക്ക് 12 പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ഷോപ്സിയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. വെറും 280 രൂപക്ക് അതായത് 500 ml 1100 ml കൂടെ വന്നിട്ടുള്ള ഒരു ഇതുണ്ട്. ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. ചിലപ്പോൾ ഈ വീഡിയോയിലായിരിക്കും. ഈ വീഡിയോ ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിഡൊക്കെ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ലൊരു ക്വാളിറ്റി വൈസാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ ഈ അടുക്കളയിലൊക്കെ യൂസ് ആക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഇതിൻ്റെ ആ ഒരു ഞാൻ ഇങ്ങനെ അമർത്തി നോക്കുമ്പോഴൊന്നും അതിൻ്റെ ഒരു ഇത് നമുക്ക് പ്രശ്നമായിട്ട് തോന്നുന്നില്ല കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു ലിഡ് നല്ല എയർടൈറ്റാണ്. നല്ലൊരു അടിപൊളി വാസറോട് കൂടിയിട്ട് വന്നിട്ടുള്ളതാണ്. ഒരു പേടിയും പേടിക്കണം, നിങ്ങൾക്ക് 100% വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ കയ്യിൽ നമ്മൾ മസാലകളൊക്കെ മീനിലും ചിക്കനിലൊക്കെ മസാല തേക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കളറോ കാര്യങ്ങളൊക്കെ, അതായത് മഞ്ഞപ്പൊടിൻ്റെ കളർ ഇതിൽ നമ്മൾ അങ്ങനെയൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. അങ്ങനെയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കളർ മങ്ങും, ആ ഒരു ട്രാൻസ്പെറൻറ്റ് നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഈ ഒരു പ്രോഡക്റ്റ് കേട്ടോ. മസ്റ്റ് ബൈ, നിങ്ങൾക്ക് വാങ്ങിക്കാം, കണ്ണും പൊട്ടി വാങ്ങിക്കാം കേട്ടോ. അടിപൊളിയാണ്. ഷെൽഫിലൊക്കെ വെക്കുമ്പോൾ അത്രയും ക്വാളിറ്റി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് അടിപൊളി നല്ലൊരു പാത്രത്തിൻ്റെ സെറ്റാട്ടോ. നമുക്ക് ഈ അടിയിൽ കോപ്പറിൻ്റെ ആ ഒരു ഇത് കോട്ടിങ് വന്നിട്ടുള്ളൊരു 5 എണ്ണത്തിൻ്റെ വരുന്ന പാത്രങ്ങളാണ്, ബൗൾസാണ്. നമുക്ക് കിച്ചണിൽ ഏറ്റവും പ്രോഡക്റ്റ് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയാണ്. നമുക്ക് ഉപ്പേരി, മീൻ വറുത്തത്, കറികളൊക്കെ നമുക്ക് ഒന്നിച്ചിങ്ങനെ സെറ്റാക്കി വെക്കാൻ പറ്റുന്ന ലിഡോട് കൂടി വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ലിഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ റേറ്റ് ആദ്യം വന്നിട്ട് ഒരു 700 സംതിങ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ കുറവാണ്. വെറും 420 രൂപക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. 420 രൂപക്ക് ഇത് വെർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ്. വെർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ്. കാരണം അത്രത്തോളം അടിപൊളിയാണിത്. ഞാൻ കരുതി ഇത് നമുക്ക് യൂസ് ആക്കാൻ പറ്റൂലേ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഗ്യാസിൽ വെക്കാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷേ നമുക്ക് ഗ്യാസിലൊക്കെ യൂസ് ആക്കാൻ പറ്റും കേട്ടോ. കറികളൊക്കെ ചൂടാക്കാനുണ്ടെങ്കിലോ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കറികൾ ചൂടാക്കാനോ അങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ വെള്ളം തിളപ്പിക്കാനൊക്കെ പറ്റും. അടിയിൽ കോപ്പറിൻ്റെ ആ ഒരു ഇത് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പേടിയും മേടിക്കാനില്ല കേട്ടോ. സ്റ്റീലിൻ്റെ അടിപൊളി പ്രോഡക്റ്റാണ്. അതിൻ്റെ കൂടെ ലിഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഞാൻ അടുത്തത് വരുന്നതാണ്. ഇനിയും ഉണ്ട് കുറച്ച് വീഡിയോസ്. അപ്പോൾ എല്ലാം ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റിൽ ചോദിക്കാന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ അതിനുള്ള മറുപടി തരുന്നതാണ്. അപ്പോൾ ഇനിയും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ.